അഷ്ടാഭിഷേകം, അതായത് ഒരു ഗിന്നസ് ബുക്കിൽ പേര് കിട്ടേണ്ട അവസ്ഥ എന്ന് നമുക്ക് ക്ഷേത്ര പൂജാധികാരികളിൽ പറയാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ട് മാത്രം അത് പറയുന്നില്ല. അല്ലാത്ത പക്ഷം ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് സൃഷ്ടിക്കേണ്ട തരത്തിൽ എണ്ണത്തിലും വണ്ണത്തിലും ഇവിടെ ഈ അഷ്ടാഭിഷേകം വൃശ്ചിക സീസണിൽ 60 ദിവസവും ഏത് വിശേഷം വന്നാലും ഇവിടെ എന്ത് ചെയ്താലും തുടക്കം മഹാദേവന് അഷ്ടാഭിഷേകം നടത്തിക്കൊണ്ടാണ് തുടക്കം. അതുകൊണ്ട് ജലധാര വരുന്ന ഭക്തജനങ്ങൾ 100 കണക്കിന് ജലധാരകൾ എഴുതി ഭഗവാൻ ഇഷ്ടംപോലെ അഭിഷേകം ചെയ്യും, ഭഗവാൻ ആ ചൈതന്യം വർദ്ധിക്കുകയും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് സുബ്രഹ്മണ്യമൂർത്തി. ഞാൻ കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് ഏതാണ്ട് എൻ്റെ സർവീസിൽ പകുതിയോളം, ഇപ്പോൾ 15 വർഷത്തോളം ഇവിടെ മേൽശാന്തിയായി സർവീസ് പൂർത്തിയാക്കി. ഈ മെയ് 31-ാം തീയതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനിവാര്യമായ മഹാദേവൻ്റെ മൗനാനുവാദം വാങ്ങി പടിയിറങ്ങുമ്പോൾ എല്ലാം കൊണ്ടും ഒരു ആത്മസംതൃപ്തിയാണ്. കാരണം 4 നൂറ്റാണ്ട് മുമ്പ് 2001-ൽ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്ര മേൽശാന്തിയായി ഞാൻ ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ അന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥയും 25 വർഷത്തിനിപ്പുറം ഈ അമ്പലത്തിൻ്റെ അവസ്ഥയും നമ്മൾ നോക്കുമ്പോൾ അജഗജാന്തരം. കാരണം വന്നാൽ ഒരു 10, 20, 25 നിർമ്മാല്യക്കാരും കുറച്ച് ഭക്തജനങ്ങളും ഒക്കെയായി ഒരു ചെറിയ ദാരിദ്ര്യക്കാരെന്ന് പറയാം. കാരണം അകത്ത് വിളക്ക് കൊളുത്താൻ ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് എണ്ണയും നെയ്യും ഒക്കെ വാങ്ങിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ ഇതിൻ്റെ അഭിഷേകമാണ്. കാരണം ഒരു പൂരമാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി ക്ഷേത്രത്തിലുണ്ടായ വികസനം അത് ഇവിടെ വരുന്ന ഏതൊരു ഭക്തനും അനുഭവത്തിൽ നേർക്കാഴ്ചയാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അടിതൊട്ട് മുടിയോളം. കാരണം 2020-21 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും ചെടി വെച്ച് തുടങ്ങിയ വികസനം ഇന്ന് പൊൻതങ്കം പൊന്നിൽ പൊതിഞ്ഞ അമ്പലമായി സുവർണക്ഷേത്രമായി മാറുമ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം എനിക്കും എൻ്റെ കൂടെയുള്ള ജീവനക്കാർക്കും ഉപദേശക സമിതിക്കും വരുന്ന ഭക്തജനങ്ങൾക്കും ഒരു ആത്മസംതൃപ്തിക്കുള്ള വകയാണ്. പിന്നെ ക്ഷേത്രാധികാരികളിൽ ഇപ്പോൾ ഈ സ്വർണ്ണ കൊടിമര ധ്വജ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അമ്പലത്തിലെ പൂജാധികാരികളിൽ പോലും താന്ത്രിക രീതി അനുസരിച്ച് തന്നെ വ്യത്യാസം വരുത്തി വലിയ മഹാക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ദിവസവും 5 പൂജയും നവമം കലശവും അത് ഈ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ധ്വജപ്രതിഷ്ഠയോടുകൂടി ആരംഭിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടും ഭഗവാന്റെ ചൈതന്യവത്തായ ഒരു ക്രിയ ചടങ്ങുകളാണ്. അത് തുടർന്ന് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി വീണ്ടും ഉയരുകയും എല്ലാ തരത്തിലും അമ്പലം ഇപ്പോൾ ഒരു നല്ല അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വയം പര്യാപ്തമായ ക്ഷേത്രങ്ങളിൽ വിരളയിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടി കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രം എഴുതി ചേർക്കപ്പെടുമ്പോൾ ആ അത്യുന്നതിക്ക് അന്ന് മുതൽ 25 വർഷക്കാലം ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലും ഇവിടുത്തെ പൂജാധികാരികളുടെ ഒരു സഹായി എന്ന രീതിയിലും എല്ലാം എനിക്ക് ഒരു വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും സർവീസിലെ ശിഷ്ടകാലം അടുത്ത തലമുറയോടും വരും തലമുറകളോട് പകർന്നു നൽകി ഈ ക്ഷേത്രത്തിൻ്റെ കഥകളും അത്ഭുതമായ ഈ വികസനവും ഒക്കെ പറഞ്ഞു നൽകി ശിഷ്ടകാലം സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കൈലാസനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം ഈ ക്ഷേത്രം ഇത്രയും വികസനവും കാര്യങ്ങളും ഇങ്ങനെയാണെന്നിരിക്കെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പടിഞ്ഞാറോട്ടുള്ള മഹാദേവൻ്റെ കാര്യം ഞാൻ പറയാൻ പറ്റുപോയി. മഹാദേവനെ പടിഞ്ഞാറോട്ടുള്ള അത് പല കഥകളിലും ഐതിഹ്യമാലയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പാർവതി ദേവി ക്ഷണിക്കപ്പെടാതെ അച്ഛൻ നടത്തിയ യാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ ചെന്നപ്പോൾ അപമാനിതയായി ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് അറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ ആ കോപിഷ്ഠ ഭാവത്തിലിരിക്കുന്ന രൗദ്രഭാവമാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറോട്ടിരിക്കുന്ന ഏത് ദേവനും മറ്റ് മഹാദേവനേക്കാൾ ശക്തി കൂടുകയും അതോടൊപ്പം ഇവിടെ ഈ പടിഞ്ഞാറോട്ട് ഇങ്ങനെ ഇരിക്കുന്ന മഹാദേവന് ആ രൗദ്രഭാവമായതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ നമ്മൾ തണുപ്പിക്കുകയാണ് വേണ്ടുന്നത്. ജലധാരയായാലും അഷ്ടാഭിഷേകമായാലും ധാരാളം
ആറേഴും വഴിപാടും എല്ലാം നടക്കുന്നുണ്ട്. ഇത് എത്രയും കൂടുതൽ ചെയ്യുന്നു അത് മഹാദേവന് ഐശ്വര്യപ്രദമാണ്. എന്തായാലും അത് മനസ്സിലാക്കിയ ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ നമ്മുടെ വിനായക അജിത് കുമാർ നേതൃത്വം നൽകുന്ന ഈ ഉപദേശ സമിതി കഴിഞ്ഞ 4 വർഷക്കാലം ഈ മഹാദേവ